എല്ലാവർക്കും ഹായ്. വിവരങ്ങളും വിശകലന സേവനവും നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു കഴലത്. കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം. പഠനത്തിന് കീഴിലുള്ള കോർപ്പറേഷന്റെ എല്ലാ സൂചകങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധാപൂർവം പരിശോധിക്കാം. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ പ്രകടന സൂചകങ്ങൾ നോക്കും. 2025 ഓഗസ്റ്റ് 8 വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത്. വർഗീകരണം വഴി ഗുരുക്കഴലത കമ്പനി തെരയദധാം ഉപവിഭാഗത്തിൽ പെടുന്നു. നിക്ഷേപം മേഡേസ് 54 സംഘടനകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം ഓർഡർ ടേബിളിനായി നോക്കുക. സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: 10 പോയിന്റിൽ 2.5. ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ 2.5 പോയിന്റ്. നിങ്ങൾ വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ യുഎസ് വിപണിയിൽ യുഎസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ 1.8 പോയിന്റാണെന്ന് നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ 2.5 റേറ്റിംഗിനെതിരെ അര്യദധാം. കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു തഥ്യായബദ്ധാം ഉപവിഭാഗം കമ്പനികളും. 12 മാസത്തിനുള്ളിൽ ഷെയറുകൾ ഞങ്ങൾ കാണും തഥ്യായബദ്ധാം മൈനസിന്റെ മാറ്റം കാണിച്ചു 13%. 19.7% എന്ന ഉപവിഭാഗത്തിനായുള്ള വില ചലനാത്മകതയ്ക്കെതിരെ. സ്ഥാപനത്തിന്റെ വിപണി മൂലധനവൽക്കരണം തഥ്യായബദ്ധാം $0 കൂടെ 58 ബില്യൺ മൂല്യം. $628 ബില്യൺ ഉപവിഭാഗ മൂലധനം. കമ്പനിയുടെ പുസ്തക മൂല്യം $0.45 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $34 ബില്യൺ. വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. പങ്കിടുക തെരയദധാം. ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ 0.093%. പുസ്തക മൂല്യം 1.34%. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ സാമ്പത്തിക ബാധ്യതകൾ $0 കൂടെ 62 സെന്റ് 1 ബില്യൺ ആണ്. പുസ്തക മൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ 137%. കമ്പനിയുടെ ഡെറ്റ് റേറ്റിംഗ് മോശം -1 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയും വരുമാന അനുപാതവും 19.1 ആണ്. 31.6 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും ലാഭ അനുപാതവും വിലയിരുത്തുക നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $31 മില്യൺ. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $30 മില്യൺ ആയി കണക്കാക്കുന്നു. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും 0.8 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി 2.1 ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ വിലയും വരുമാന അനുപാതവും വിലയിരുത്തുക നല്ലത് 1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $730 മില്യൺ. അടുത്ത 12 മാസത്തെ ഭാവി വരുമാനം $710 മില്യൺ. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകങ്ങളുടെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. വിൽപ്പന മാർജിൻ 4.2%. ഉപവിഭാഗത്തിൽ ശരാശരി 6.6%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിൻ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം 0.421%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 353% കൂടുതലാണ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനം $68,000 തുല്യമാണ്.
ഉപവിഭാഗത്തിന് $311,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ അളവ് $3,600 ആണ്. ഉപവിഭാഗത്തിലെ ശരാശരി $9.80 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ 0 പോയിന്റുകൾ. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വിൽപ്പന $85,000 ആണ്. ഉപവിഭാഗത്തിൽ $148,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ മൂല്യനിർണ്ണയം കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 15.4% തുല്യമാണ്. ഉപവിഭാഗത്തിന് ശരാശരി 3.7%. സൂചകം യഥേ 14 കമ്പനിക്ക് 24% ലെവൽ കാണിക്കുന്നു. തഥേബഹം ഉപവിഭാഗത്തിന് ഈ നില 49%. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $7 കൂടെ 71 സെന്റ് ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $12 കൂടെ 19 സെന്റ് ആണ്. ഓർഡർ ടേബിൾ നോക്കാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. റഫറൻസ് മൂല്യനിർണ്ണയ സംവിധാനം ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുക്കഴലത് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. വിലയിരുത്തൽ ഫലങ്ങളെ അടിസ്ഥാനമാക്കി അരിയദഹാം വിവര സംവിധാനം. ഗുരുക്കഴലത് ഇനിപ്പറയുന്ന തീരുമാനം എടുത്തു. ഓപ്പൺ ഓർഡർ $7 കൂടെ 72 സെന്റ് വർദ്ധിപ്പിക്കുക. കമ്പനിക്ക് നല്ല റേറ്റിംഗും വില ചലനവും ഉള്ളതിനാൽ ഓർഡർ തുറക്കുന്നു. ഓർഗനൈസേഷനെ വിലയിരുത്തൽ രീതി ഉപയോഗിച്ചാണ് വിലയിരുത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക. ലാഭം 10.16 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 5.28 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ 2025 സെപ്റ്റംബർ 7 എക്സ്ചേഞ്ച് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ ഗ വിൽക്കാനുള്ള ഒരു ബാലൻസ് ഓർഡർ ആണ്. ബാലൻസിംഗ് ഓർഡറിലെ വീഡിയോ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും. ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് 1. വിപരീത ക്രമം അവസാന വിലയിൽ അടച്ചിരിക്കുന്നു. ഈ വീഡിയോ കണ്ടതിനും വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും നന്ദി. ഗുരുക്കഴലത്.